ബീഹാർ ഡേറ്റ് ഓഫ് ഫോർമേഷൻ 1936 ഏപ്രിൽ 1 ഫോം ചെയ്തത്. തലസ്ഥാനം പറ്റ്ന. ഹൈക്കോടതി പറ്റ്ന. സംസ്ഥാന മൃഗം കാള. സംസ്ഥാന പക്ഷി അങ്ങാടിക്കുരുവി. സംസ്ഥാന പുഷ്പം കശ്നാർ. ബീഹാറിലെ കുറച്ച് ഫാക്ട്സുകൾ നമുക്ക് നോക്കാം. പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. മധുബാനി ചിത്രരചനയ്ക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം. മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം. ബാലവേല തടയുന്നതിനായി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനം. 2016 ഏപ്രിൽ 1 മുതൽ മദ്യനിരോധനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം. GST ബിൽ പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം. സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം. തദ്ദേശീയ ഭരണം സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. ബീഹാറിലെ ഡിജിറ്റൽ സാക്ഷരത വളർച്ചയ്ക്ക് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. പിന്നെ എല്ലാ എക്സാമുകളിലും മിക്കവാറും ചോദിക്കുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അത് നാഷണൽ പാർക്സ്, പ്രധാന നൃത്തരൂപങ്ങൾ, അതൊക്കെ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ മെയിൻസ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. രാജഗിരി വൈൽഡ് സാങ്ച്വറിയാണ്. രാജഗിരി വന്യജീവി സങ്കേതമുണ്ട്. പിന്നെ ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതവും പിന്നെ കൈമൂർ വന്യജീവി സങ്കേതവും. ഏതൊക്കെ? ഈ 3 രാജഗിർ വന്യജീവി സങ്കേതം, ഗൗതം ബുദ്ധ വന്യജീവി സങ്കേതം, കൈമൂർ വന്യജീവി സങ്കേതം. പിന്നെ പ്രധാന നാഷണൽ പാർക്സ് വരുന്നുണ്ട്. വാൽമീകി നാഷണൽ പാർക്കാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. വാൽമീകി നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് ബീഹാറിലാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാന നൃത്തരൂപങ്ങളുണ്ട്. ജാഡ്ജദീന്, പിന്നെ ബിദോസിയ, സോഹർ ഗിലോന, ഖജാരി, അതൊക്കെ പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ്. ബീഹാറിലെ കുറച്ച് ഫാക്ട്സുകൾ നമുക്ക് നോക്കാം. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി. ബീഹാറിൽ ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹത്തിന് വേദിയായത് എവിടെയെന്ന് വെച്ചാൽ ചമ്പാരൻ, മോട്ടിഹാരിയിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ചോദിക്കാറുണ്ട് എപ്പോഴും. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചാണ് 1917. സൂർവംശം ഭരണാധികാരിയായ ഷേർഷാ ഷേർഷയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ വെച്ചാൽ സസരം, ബീഹാറിലെ സസരത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കറാണ് മീരാ കുമാർ. ഈ മീരാ കുമാർ പ്രതിനിധീകരിച്ച ലോക്സഭാ മണ്ഡലം ഏതാ ചോദിച്ചാൽ അതും സസരം തന്നെയാണ്. പിന്നെ ബീഹാറിലെ പ്രധാന നദികൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗ, കോസി, സരയു, ഖാഡക്, സോൺ. മഹാത്മാഗാന്ധി സേതുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് പറ്റ്നയിലെ ഗംഗയാണ്. ഗംഗ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി അത് കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി അതും കോസിയാണ്. ബീഹാറിലെ പ്രധാന ജലവൈദ്യുതി പദ്ധതി ഹൈഡ്രോ പവർ പ്രൊജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതും കോസിയാണ്. പിന്നെ കോസി നദി പ്രൊജക്റ്റ് സഹകരിച്ച രാജ്യം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കോസി നദി
പ്രോജക്റ്റ് സഹകരിച്ച രാജ്യം അത് നേപ്പാളാണ്. അമേരിക്കയിലെ തെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിച്ച വിദ്യുതോർജ്ജ പദ്ധതി, ആ പദ്ധതി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ദാമോദർ നദീതട പദ്ധതിയാണ്. ബീഹാറിലെ പ്രശസ്തമായ എണ്ണ ശുദ്ധീകരിക്കുന്ന ശാല, ഏത് ഓയിൽ റിഫൈനറിനെയാണ് ഉദ്ദേശിച്ചത്. ബീഹാറിലെ പ്രശസ്തമായ ഓയിൽ റിഫൈനറി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ബറോണിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കന്നുകാലി മേള നടക്കുന്ന ബീഹാറിലെ സ്ഥലം അത് സോൺപൂറാണ്. കാറ്റിൽ ഫെയർ ഇവിടെ നടക്കുന്നത് ബീഹാറിലെ സ്ഥലം വെച്ചാൽ സോൺപൂറാണ്. വാൽമീകി കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ടൈഗർ റിസർവ് എവിടെയാണെന്ന് വെച്ചാൽ അത് ബീഹാറിലാണ്. വാൽമീകി ടൈഗർ റിസർവ് എവിടെയാണെന്ന് വെച്ചാൽ അത് ബീഹാറിലാണ്. ജൈനമത തീർത്ഥാടന കേന്ദ്രവുമായി രാജ്ഗീർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് ബീഹാറാണ്. ജൈനമത തീർത്ഥാടന കേന്ദ്രമായ രാജ്ഗീർ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം അത് ബീഹാറിലെ ബോധ്-ഗയ എന്ന സ്ഥലമാണ്. മഹാവീരൻ ബോധോദയം ലഭിച്ച സ്ഥലം ഇത് ചംബീഗാണ്. ജൈന ബുദ്ധമത സമ്മേളനത്തിന് വേദിയായ ഏക നഗരം അത് പാടലീപുത്രം. ജൈന ബുദ്ധ സമ്മേളനത്തിന് വേദിയായ നഗരം പാടലീപുത്രമാണ്. ആദ്യ ജൈനമത സമ്മേളനം അതുപോലെ മൂന്നാം ബുദ്ധമത സമ്മേളനം എന്നിവയുടെ വേദി എവിടെ വെച്ചാൽ അതും പാടലീപുത്രമാണ്. 1764 ബക്സർ യുദ്ധം നടന്ന സംസ്ഥാനം അത് ചോദിച്ചാൽ ബീഹാറാണ്. ബക്സർ യുദ്ധം നടന്നത് ബീഹാറിലാണ്. 1764 ബക്സർ യുദ്ധം നടന്ന സംസ്ഥാനം അത് ബീഹാറാണ്. സിമെൻറ്റ് നിർമ്മാണത്തിന് പ്രസിദ്ധിയാർജിച്ച ബീഹാറിലെ സ്ഥലം, സിമെൻറ്റ് നിർമ്മാണത്തിന് ആ സ്ഥലം ഏതാണെന്ന് ചോദിച്ചത് പ്രസിദ്ധമായ ഡാൽമിയ നഗറാണ്. പിന്നെ വിക്രമശീല, നളന്ദ എന്നീ പ്രാചീന സർവകലാശാല നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. വർത്തമാന മഹാവീരൻ്റെ ജന്മസ്ഥലം വൈശാലിയാണ്. മഹാവീരൻ നിർവ്വാണം സ്ഥാപിച്ച സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ പാവപുരിയാണ്. ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ബീഹാറാണ്. ബുദ്ധമതത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് രൂപീകരിച്ച വർഷം അത് 2000 ബീഹാറിനെ വിഭജിച്ച് ജാർഖണ്ഡ് രൂപീകരിച്ച വർഷം അത് 2000. ഇപ്പോൾ ജാർഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ റാഞ്ചിയാണ്. മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അത് ബീഹാറാണ്. മഹാബോധി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാറാണ്. ദെൻ അടുത്ത പറ്റ്നയെ പറ്റിയിട്ട് കുറച്ച് ഫാക്ട്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രാചീന കാലത്ത് പാടലീപുത്രം എന്നറിയപ്പെടുന്ന നഗരം അത് പറ്റ്നയാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം പാടലീപുത്രം. ആധുനിക പറ്റ്ന നഗരം നിർമ്മിച്ചത് ഷേർഷാ സൂർവംശം. സിഖുകാരുടെ 10ാമത്തെയും അവസാനത്തെയും ഗുരുവായിരുന്ന ഗുരു ഗോബിന്ദ് സിംഗ് ജനിച്ചത് അത് പറ്റ്നയിലാണ്. ഗോബിന്ദ് സിംഗ് ജനിച്ചത്. സിഖുകാരുടെ 10ാമത്തെയും അവസാനത്തെയുമായ ഗുരുവാണ് ഗോബിന്ദ് സിംഗ്. ജനിച്ചത് പറ്റ്നയിലാണ്. പറ്റ്ന നഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാ വെച്ചാൽ ഗംഗയാണ്. ലോക്നായക് ജയപ്രകാശ് നാരായൺ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പറ്റ്നയിലാണ്. ഗാന്ധി മൈതാൻ സ്ഥിതി ചെയ്യുന്നത് പറ്റ്നയിലാണ്. ബീഹാറിലെ പ്രധാന ആഘോഷം രാംനവമിയാണ്. ഒരു ഫെസ്റ്റിവലാണ് രാംനവമി. ബീഹാറിൻ്റെ പ്രധാന ആഘോഷമാണ്. ബീഹാറിലെ പ്രധാന വിളകൾ ഗോതമ്പ്, അരി, ചോളം, ചണം. ബീഹാറിലെ പ്രധാന വ്യവസായങ്ങൾ കൽക്കരി, ഇരുമ്പുരുക്ക്,
പഞ്ചസാര, വളം, പേപ്പർ. ദെൻ അശോകൻ്റെ ശിലാശാസനങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത ബീഹാറിലെ പ്രദേശങ്ങൾ ചമ്പാരൻ, വൈശാലി. ലോകത്ത് കണ്ടെടുത്തതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ പൗരാണിക ബുദ്ധസ്തൂപം കേസരി സ്തൂപം, ബീഹാർ. പറ്റ്നയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വൃത്താകൃതിയിലുള്ള ധാന്യക്കലവറ കോൾഗർ. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ വൈഫൈ സോൺ നിലവിൽ വന്നത് പറ്റ്നയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ വൈഫൈ സോൺ നിലവിൽ വന്നത്. ദെൻ അതുപോലെ തന്നെ ബീഹാറിലെ ഒരു പ്രസിദ്ധമായ ഒരു സർവകലാശാലയാണ് നളന്ദ സർവകലാശാല. അതിനെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് വരെ വളരെ എക്സാമുകൾ കണ്ട ഒരു ടോപ്പിക്കാണ് നളന്ദ സർവകലാശാല. പുരാതന ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലയാണ് നളന്ദ സർവകലാശാല. നളന്ദ സർവകലാശാല സ്ഥാപിതമായ വർഷം AD 5-ാം നൂറ്റാണ്ടിലാണ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തനാണ്. 1193 നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ ബക്തിയാർ ഖിൽജിയാണ്. നളന്ദ സർവകലാശാല പുനരുദ്ധാരണത്തിന് പ്രേരണയായ വ്യക്തി വെച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. നളന്ദ സർവകലാശാലയെ നിലവിലെ വൈസ് ചാൻസലർ എന്ന് വെച്ചാൽ അഭയ് കുമാർ സിംഗ് ആണ് നിലവിലെ വൈസ് ചാൻസലർ. ഇന്ത്യയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ നളന്ദയാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ബീഹാറിലെ സർവകലാശാല നളന്ദയാണ്. വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി. Then thank you for watching. Welcome to